ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ലഹരിക്കെതിരെ നാട് ഒന്നിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭ നഗരത്തിൽ സാംസ്കാരിക യാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ജീവിതം ലഹരിയാകട്ടെ എന്ന സന്ദേശവുമായി മാരകമായ മയക്കുമരുന്ന് ലഹരി വ്യാപനത്തിനെതിരെ നമ്മുടെ സമൂഹത്തെ അടിവേരുകളെ പിഴുതെറിയാൻ നമ്മുടെ നാട് ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക യാത്രയാണ് ഈ വേദിയിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ ബാല്യം, കൗമാരം, യൗവനങ്ങളെ വഴിതെറ്റുന്ന യാത്രയിൽ പിടിച്ചുകെട്ടാൻ ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെ രക്ഷിക്കാൻ, ഒരു നാടിനെ രക്ഷിക്കാൻ നമ്മളൊന്നായി കൈകോർത്ത് പ്രതിരോധിക്കാൻ ജാതിമത രാഷ്ട്രീയങ്ങൾക്കപ്പുറം കേരളീയ മനസ്സിന്റെ ചിന്തകളെ നമ്മുടെ നാടിനായി ചേർത്തുപിടിക്കാൻ ഒരുവേള കാഴ്ചകൾ മാഫിയ സംഘങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക യാത്ര ഈ വഴിയിലൂടെ കടന്നു വരികയാണ്. നിങ്ങളും ഞങ്ങളും നമ്മളായി മാറിക്കൊണ്ട് ലഹരിക്കെതിരെ പോരാടാൻ ഭരണകൂടത്തിന്റെ പരിശ്രമങ്ങൾ പങ്കാളിയാക്കാൻ എന്തെങ്കിലും സന്ദേശമാണ് സാംസ്കാരിക യാത്ര. നഗരസഭാ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച സാംസ്കാരിക റാലി നഗരം ചുറ്റി കുഞ്ഞിക്കുട്ടൻ തമ്പ്രാൻ സ്മാരക ചത്തുരത്തിൽ സമാപിച്ചു. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ, കലാ സാംസ്കാരിക സാമൂഹിക സംഘടനകൾ, ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, വ്യാപാരികൾ, റെസിഡൻസ് അസോസിയേഷൻസ്, ലയൺസ്, റോട്ടറി ക്ലബ്ബുകൾ എന്നിവർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് VK രാജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് കഴിഞ്ഞ 5 വർഷമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലഹരി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ പ്രകടമായ ലഹരി മൂലമുള്ള കഴിവുകൾ അത്ര പ്രകടമല്ലായിരുന്നു. പക്ഷെ എന്നാൽ ഈ അടുത്ത കുറച്ച് കാലമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലഹരി മൂലം കുട്ടികൾ പല കേസുകൾ ഈ അടുത്ത കാലത്തുണ്ടായത് കൊലപാതക പരമ്പരകൾ തന്നെയാണ്. സംസ്ഥാന നിയമസഭ നിർത്തിവെച്ച് 2 ദിവസം ലഹരിക്കെതിരെ കക്ഷിരാഷ്ട്രീയമാണെന്ന് ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഗവൺമെന്റ് എത്രമാത്രമാണ് എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ തൊട്ടടുത്ത് തുടങ്ങുന്നതിന് അമ്മയുടെ കഴുത്ത് മുറിച്ചത് ലഹരി കാലത്തല്ല, ചിക്കൻ കറി വെച്ച് കാലത്താണ് അമ്മയുടെ കഴുത്തിലേക്ക് കത്തിയിറങ്ങി. ലഹരി ഉപയോഗിക്കുന്ന ഒരാള് താൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. നമ്മുടെ ചുറ്റുപാടുള്ളവരെ ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു അപകടമാണ്. നമ്മുടെ കുടുംബത്തിന് ഇവിടെ
സമാധാനപരമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ സമൂഹം നന്നായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ, ചെയർമാൻ പള്ളി ഖത്തീബ് അബ്ദുൽ അസീസ് നിസാമി, കിഡ്സ് കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനി മോൾ, വൈസ് ചെയർമാൻ VS ദിനൽ, ലത ഉണ്ണികൃഷ്ണൻ, KS കൈസ, LC പോൾ, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, KR ജൈത്രൻ, TS സജീവൻ, VM ജോണി, ചെയർമാൻ മഹല്ല് പ്രസിഡന്റ് റഫീഖ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധി TK ഷാജി, വ്യാപാരി വ്യവസായ സമിതി പ്രതിനിധി അമർലാൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കോട്ടപ്പുറം കിഡ്സ് വിദ്യാർത്ഥികൾ ലഹരി ഉപേക്ഷിക്കൂ, ജീവിതം ആസ്വദിക്കൂ എന്ന നാടകം അവതരിപ്പിച്ചു.